Hi friends, we are discussing the risk associated, various risks associated with international finance, and next one is political risk. But political risk means risk that's a result from political changes or instability in a country. ഒരു കൺട്രിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻസ്റ്റെബിലിറ്റികൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറയാം, ഒരു എമർജൻസി സിറ്റുവേഷൻ അറൈസ് ചെയ്യുകയാണ് ഡ്യൂ ടു എനിത്തിങ്. ഇപ്പോൾ നമ്മളൊരു പാൻഡമിക് വന്നപ്പോൾ നമ്മൾ എമർജൻസി ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു അല്ലേ. അതുപോലത്തെ എമർജൻസി സിറ്റുവേഷൻസ് ആകാം, അല്ലെങ്കിൽ വാർസ് ആകാം, ലോക്കൗട്ട്സ് ആകാം, അങ്ങനത്തെ സ്ട്രൈക്കുകളോ അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു നേഷനിൽ വരുന്ന ചേഞ്ചസ്, ഇൻസ്റ്റെബിലിറ്റികൾ അല്ലെങ്കിൽ കണ്ടിൻജൻസികൾ മൂലമുണ്ടാകുന്ന റിസ്ക്കാണ് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പം റൂളിംഗ് പാർട്ടി, ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പം ആ പാർട്ടി മാറുന്നതനുസരിച്ച് ആ ഗവേണിംഗ് ബോഡിയുടെ സ്ട്രാറ്റജീസ് മാറി വരും. എല്ലാ പാർട്ടിക്കും ഒരേ സ്ട്രാറ്റജി അല്ല. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ആകാം, ചിലപ്പോൾ അത് ബെനിഫിറ്റ് ആയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പം അവിടുത്തെ കൺട്രിയിലെ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കും? പല പോളിസികളും അവർ സ്ട്രിഞ്ചൻ്റ് ആക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇൻവെസ്റ്റേഴ്സിന് അത് ചിലപ്പം ഒരു പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഡിസിഷൻസ്, ഗവൺമെൻറ് ബോഡീസ് എടുക്കുന്ന ഡിസിഷൻ കൊണ്ടുണ്ടാകുന്ന നമുക്ക് പറ്റുന്ന റിസ്കുകളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെറ്റിൽമെൻറ്റ് റിസ്ക് ആണ്. നമുക്കറിയാം, സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിൽ കൗണ്ടർ പാർട്ടി വരുത്തുന്ന റിസ്കുകൾ, അതായത് കൗണ്ടർ പാർട്ടി ഫെയിൽസ് ടു ഡൺ ദ സെറ്റിൽമെൻറ്റ് ഓൺ ടൈമിൽ അത് ചെയ്യാണ്ടിരിക്കുമ്പം ഈ കൗണ്ടർ പാർട്ടിക്ക് വരുന്ന ഒരു റിസ്കിനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മേ ബി ഡ്യൂ ടു ദ ടൈം ഡിഫറൻസസ് ഇൻ ദ മാർക്കറ്റ്. ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈമുകളായിരിക്കാം. ഇപ്പം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആകുമ്പം ഇന്ത്യയിലാണെങ്കിൽ NSE ഉണ്ട്, BSE ഉണ്ട്. അതേപോലെ തന്നെ പുറത്തോട്ട് നമ്മൾ പോകുമ്പോൾ ആണെങ്കിൽ NYSE ഉണ്ട്, അതേപോലെ ലണ്ടൻ ഉണ്ട്, ലക്സംബർഗ്, അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ടൈമുകൾ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് 9 to 3 or 4 സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. 9:30 or സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം അതിൻ്റെ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വന്നതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പം സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാം. എന്തെങ്കിലും കണ്ടിൻജൻസീസ് ഉണ്ടാവും, പേഴ്സണൽ കണ്ടിൻജൻസി ഒക്കെ വരാം. അങ്ങനെ എന്തെങ്കിലും ഡിഫോൾട്ട് വരുമ്പം ആ കൗണ്ടർ പാർട്ടിക്ക് ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റിൽമെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സെറ്റിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുണ്ടായ റിസ്ക്, അതാണ് സെറ്റിൽമെൻറ്റ് റിസ്ക്. ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയസ് റിസ്ക് ലൈക്ക് ദ റിസ്ക് ഓഫ് ദ ബോറോയിങ് കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഡെപ്റ്റ് സർവീസസ് obligations in time, represented by the risk of its business, financial risk, market risk, labor problems, restrictions on dividend distribution, fluctuations in the profit and host of other company related problems. അപ്പം ഇതിൽ ഫിനാൻഷ്യൽ റിസ്ക് വരാം, മാർക്കറ്റ് റിസ്ക് വരാം, ലേബർ പ്രോബ്ലംസ് വരാം. എനിത്തിങ് റിലേറ്റഡ് ടു ദ പാർട്ടിക്ക് വരുന്ന എന്ത് റിസ്ക് കൊണ്ടും ആ ഒരു സെറ്റിൽമെൻറ്റ് നടക്കാതെ പോകുന്നതിന് നമ്മൾ എന്ത് പറയും, സെറ്റിൽമെൻറ്റ് റിസ്ക് എന്ന് പറയും. ലിക്വിഡിറ്റി റിസ്ക് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ലിക്വിഡിറ്റി റിസ്ക് മീൻസ് കമ്പനിക്ക് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നില്ല ഡ്യൂ ടു ഇറ്റ്സ് ഇല്ലിക്വിഡ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റിൽ പെട്ടെന്ന് ഇല്ലിക്വിഡായി പോകുകയാണെങ്കിൽ ആ കമ്പനിക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കേട്ടോ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ. ഈസിലി കൺവേർട്ടബിൾ ക്യാഷ് കൺവേർട്ടബിൾ ആയിട്ടുള്ള അസറ്റ്സ് നമ്മുടെ കയ്യിലില്ലാത്തതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലിക്വിഡിറ്റി ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി ഉള്ള അത്രയും ലിക്വിഡ് ക്യാഷ് ഓർ ഇക്വിവലൻസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ കമ്പനി, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അറൈസ് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ദ റിസ്ക് വിച്ച് ദോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്റ്റ് ദ ലിക്വിഡിറ്റി ആൻഡ് ഇൻ ടേൺ ലോങ് ടേം സോൾവൻസി ഓഫ് ദ പാർട്ടീസ് ഇൻ ദ മാർക്കറ്റ്. അപ്പം സോൾവൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം സോൾവൻസിയിലേക്ക് ചിലപ്പോൾ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ലിക്വിഡിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ലിക്വിഡ് ആകണമെങ്കിൽ നമുക്ക് ക്യാഷ് ഇക്വലൻസ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ പേയ്മെൻറ്റ്സ് വൈകാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ സെറ്റിൽമെൻറ്റ് റിസ്ക് വരാൻ സാധ്യതയുണ്ട്. ഡീഫാൾട്ടായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ എഗ്രിമെൻറ്റ്സ് ഒക്കെ നമ്മുടെ വോയിഡായി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റിസ്കുകളെയാണ് നമ്മൾ പറയുന്നത് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് ലീഗൽ റിസ്ക് ആണ്. അപ്പോൾ ലീഗാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺട്രാക്റ്റ് എപ്പോഴാണ് ലീഗൽ ആകുന്നത്, ഒരു എഗ്രിമെൻ്റ് എപ്പോഴാണ് കോൺട്രാക്റ്റ് ആവുന്നത്, വെൻ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സിബിൾ അണ്ടർ
ലോ കൊണ്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു എഗ്രിമെൻറ്റ് ഒരു ആക്ച്വൽ കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ലീഗൽ റിസ്ക് എന്ന് പറയുന്നത് ലീഗൽ എൻഫോഴ്സിബിലിറ്റി അതിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ലീഗൽ റിസ്കുകൾ അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് നമുക്ക് ലീഗലി പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ലീഗൽ റിസ്കുകൾ വരുന്നത്. അത് മേ ബി ഡ്യൂ ടു അൺഎൻഫോഴ്സിബിൾ, ഡ്യൂ ടു വാട്ട്, പെൻഡിങ് ആകാം, ന്യൂലി ക്രിയേറ്റഡ് ആകാം, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ബിറ്റ്വീൻ ദ ടു ട്രേഡിംഗ് കൺട്രീസ് ആകാം. അപ്പം നമ്മൾ ഒരു കാര്യം കൂട്ടിച്ചേർത്തു അതിലേക്ക്, അങ്ങനെയാകും ചിലപ്പോൾ അതിൻ്റെ എൻഫോഴ്സിബിലിറ്റി നഷ്ടപ്പെടാം. അതേപോലെ തന്നെ പെൻഡിങ് ആയിപ്പോയി, രണ്ട് പാർട്ടീസ് എൻട്രി ചെയ്തു, അതിൽ ഒരു പാർട്ടി ഡിഫോൾട്ട് ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ ഇത് പെൻഡിങ് ആയിപ്പോയി, പിന്നെ അത് നമുക്ക് ചിലപ്പം ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സിബിലിറ്റി നഷ്ടപ്പെടും. അതുപോലെ തന്നെ രണ്ട് കൺട്രീസ് തമ്മിൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്തു, പക്ഷെ അതിന് ശേഷം അവർ തമ്മിൽ വാറായിപ്പോയി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വാറുള്ളൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് എഗ്രിമെൻറ്റ്സ് ഒന്നും എൻഫോഴ്സിബിൾ അല്ല, വാർ കഴിയുന്നോടം വരെ ആ കോൺട്രാക്റ്റുകൾക്കൊന്നും ലീഗാലിറ്റി ഇല്ല എന്നാണ് നമ്മൾ ലോയിൽ പഠിക്കുന്നത്. സോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിൻജൻസി ഒക്കെ ഒക്കർ ചെയ്യുമ്പോൾ വരുന്ന റിസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഗൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു റിസ്ക് ആണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് കൗണ്ടർ പാർട്ടി ഫെയിലിംഗ് ടു മീറ്റ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ. നമ്മൾ രണ്ട് പേര് ഒരു എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുമ്പം രണ്ട് പേർക്കും ഒബ്ലിഗേഷൻ ഉണ്ട് അല്ലേ, അത് ഫുൾഫില്ല് ചെയ്യണം എന്നുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഒബ്ലിഗേഷനിൽ നിന്ന് അയാൾ ഫെയിൽ ചെയ്യുന്നില്ലാതിരിക്കുവാണെങ്കിൽ അങ്ങനെ വരുന്ന റിസ്കിനാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അത് എല്ലാ ടൈപ്പ് ട്രാൻസാക്ഷനിലും ക്രെഡിറ്റ് റിസ്ക് വരാറുണ്ട്. വെരി കോമൺ റിസ്ക് ക്രെഡിറ്റ് റിസ്ക് ആണ്. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ അവരൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ കറൻസിയിലുണ്ടാവുന്ന കറൻസി റേറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ കാരണം ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൂടാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, കൂടുവാണെങ്കിൽ അവിടെ ചില ഒരു റിസ്ക് അറൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ എടുത്തത് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പേ ചെയ്യാൻ നമ്മൾ തയ്യാറാകില്ല, അവർ തയ്യാറാകില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന റിസ്കുകളെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ചേഞ്ചസ് ദ ക്യാഷ് ഫ്ലോ നീഡഡ് ഓഫ് ദ ഫേം. ഓക്കെ, അപ്പോൾ ഒരു പീരീഡിലേക്കായിരിക്കും നമ്മളിപ്പോൾ ലോണാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തോ ആയിക്കോട്ടെ, പീരീഡിലേക്കായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് റേറ്റ്, പക്ഷേ അതിൽ നിന്ന് കാലം കഴിയുന്നതനുസരിച്ച് വളരെ വ്യത്യാസങ്ങളൊക്കെ വരുവാണെങ്കിൽ അവിടെ എന്തായി മാറും, അതൊരു റിസ്ക് ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റിലെ ഫ്ലക്ച്വേഷൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്.